കറിക്കൂട്ടുകളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചിപ്പിക്കൂണ് കൊണ്ടുള്ള തോരനാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ചിപ്പിക്കൂണ് 300 ഗ്രാം കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ആവശ്യത്തിന് വലുപ്പത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി 200 ഗ്രാം നീളത്തിൽ അരിഞ്ഞത്. പിന്നെ ആവശ്യമായ സാധനം വെളിച്ചെണ്ണ, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയ ജീരകം, ഗരം മസാല, ഉപ്പ്, നാളികേരം. ഇത്രയുമാണ് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇനി ഇത് എങ്ങനെ പാകം ചെയ്യാമെന്ന് നോക്കാം. ഇനി നമുക്ക് കൂണിലേക്കുള്ള നാളികേരം മസാല കൂട്ടി വയ്ക്കാം. അതിനാവശ്യമായ നാളികേരം ഞാൻ ഈ പാത്രത്തിലൂടെ തട്ടുകയാണ്. നാളികേരം ഞാൻ എടുത്തിട്ടുള്ള ഒരു മീഡിയം സൈസ് നാളികേരമാണ്. വലിയ നാളികേരമാണെന്ന് വെച്ചെങ്കിൽ ഒരു മുറി മതി, അല്ലെങ്കിൽ ഒരു നാളികേരം എടുക്കാം. പിന്നെ അതിനാവശ്യമായ സാധനങ്ങൾ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ചെറിയ ജീരകം 1 ടീസ്പൂൺ. ഇനി ഇതിനെ നമ്മൾ നല്ല ഞെരടി നല്ല പാല് വരുന്ന വിധത്തിൽ നല്ല ഒന്ന് ഇങ്ങനെ ഞൗണ്ടി പീച്ച് നല്ല പാല് വരുന്ന വിധത്തിൽ ആക്കി വെക്കാം. മസാല നല്ല ഇതും പിടിക്കണം. മസാല നല്ല പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല മസാല ഇതുമ്പോൾ പിടിച്ചതായിട്ട് ഇതുമ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ കൂണിലേക്കുള്ള നാളികേര മസാല ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ചട്ടി വെക്കാം. ചട്ടി നല്ല ചൂടായി വന്നതിന് ശേഷം എണ്ണ ഒഴിക്കാം. ചട്ടി ചൂടാവുന്നുണ്ട്. ഞാൻ 1 കപ്പ് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ്. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂണ് കടുക് ഇട്ടു. കടുക് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇപ്പോൾ നല്ല എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് പൊട്ടി നല്ല വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ചെറിയുള്ളി തട്ടി കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ച ചിപ്പിക്കൂണും കൂടെ തട്ടി കൊടുക്കാം. എന്നിട്ടിതിനെ നല്ലൊന്ന് ഇളക്കാം. അപ്പം തന്നെ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കാം. നന്നായിട്ട് എല്ലാം ഒന്ന് ഇളകി വന്ന ശേഷം കുറച്ച് നേരം ഇങ്ങനെ വയ്ക്കാം. ഇതിൽ പ്രത്യേകം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കൂണിൽ തന്നെ വെള്ളമുണ്ട്. ഈ കൂണിലെ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു വിധം വെന്തു എന്നുള്ളത്. നമുക്കിതിൽ ഉപ്പുണ്ടോന്ന് നോക്കാം. കുറച്ച് കുറവുണ്ട്. ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിടാം. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഞാൻ കല്ലുപ്പ് മിക്സിയിൽ പൊടിച്ചാണ് ഉപയോഗിക്കാറ്. അത് എന്തെന്ന് വെച്ചാൽ മിക്സിൻ്റെ ബ്ലേഡിന് നല്ല മൂർച്ചയും കൂടി കിട്ടും. അത് പുറത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് അതിന് ശരിയാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏകദേശം വെള്ളം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ തിരുമ്പി വെച്ച നാളികേരം തട്ടി കൊടുക്കാം. നാളികേരം തട്ടിയതിന് ശേഷം നല്ല ഒന്ന് ഇളക്കാം. ഒരുവിധം ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ കൊടുക്കുന്നത്. നല്ലവണ്ണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏകദേശം ഇതായി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് കോരാം.
ഇത് വീട്ടിൽ പോയി തയ്യാറാക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കറിക്കൂട്ടിലൂടെ വരാം. രുചിയുടെ പെരുമ.